ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഇപ്പോ കെ അനീഷ് കുമാറിനെ ജയിലിലാക്കാനുള്ള തീരുമാനമായിരിക്കണം. ഒരു കേസ് കൂടി അദ്ദേഹത്തിന്റെ പേരിൽ വന്നു കഴിഞ്ഞാൽ കാപ്പ ചുമത്തി ജയിലിലാക്കാൻ സാധിക്കും. പിണറായി വിജയൻ സർക്കാരിനെതിരെ ഈ ഒരു സമയത്ത് എന്താണ് പറയാനുള്ളത്? ആളൊരു ശക്തമായിട്ടുള്ള ഞങ്ങൾ അതിനെതിരെ നല്ലൊരു പ്രതിഷേധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതറ്റം വരെ ഞങ്ങൾ പോകാൻ തയ്യാറാണ്. ഇവിടെ ഒരു സർക്കാരിന് എതിരെ ഞങ്ങൾ എന്തായാലും ശക്തമായിട്ട് പോരാടും. അതിലൊരു മാറ്റമില്ല. അതിൽ സുരേഷ് ഗോപി ജയിച്ചതിൻ്റെ ഒരു പകവിരലാണ് ആൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രതികാര നടപടിയാണ്. അതിലൊരു സംശയമില്ല. ഇതിപ്പോൾ എല്ലാവരും പേരിലും ആൾ എടുക്കാനുള്ള ഒരു സംവിധാനമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെന്തായാലും ഞങ്ങൾ ഏതറ്റം വരെ പോയിരിക്കും. അതിലൊരു മാറ്റമില്ല. ഇപ്പൊ പോലീസിനെ വെച്ചുകൊണ്ടുള്ള ഒരു ഗുണ്ടായിസാണ് നടന്നിട്ടുള്ളത്. അതന്നെ, അത് തീർച്ചയായിട്ടും അത് തന്നെയാണ് ആൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ആൾക്കൂട്ടം കൊണ്ട് ഇത് പ്രതിരോധിക്കാൻ സാധിക്കും. പ്രതിരോധിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ശക്തി ഞങ്ങൾ കാണിക്കുന്നു. അത്ര തന്നെ ഉള്ളൂ. അതിലൊരു മാറ്റമില്ല. ചേട്ടാ നമസ്കാരം. ഇത് കള്ളക്കേസാണ്. സുരേഷ് ഗോപി ജയിച്ചതിലുള്ള വിഷമവും കാര്യങ്ങളൊക്കെയാണ് പിണറായി ഈ BJP ആദ്യമായിട്ടുള്ളൂ തൃശ്ശൂര് MP സ്ഥാനം തൃശ്ശൂർ എടുക്കുന്നത്. അതിനുള്ളൊരു വിഷമമൊക്കെ ഉണ്ട്. മാക്സിമം കള്ളക്കേസ് ഉണ്ടാക്കുക, അങ്ങനെയുള്ള പോലീസിനെ വെച്ച് കളിക്കുക. അതിന് പോലീസ് DGP വരെ അതിന് സപ്പോർട്ടാ. ഈ വക അതിനും വേണ്ടി. പിന്നെ ഇവിടെ എന്താ നടക്കുന്നത്? ഇവിടെ ഈ കാപ്പ ചുമത്തി കഴിഞ്ഞ ജയിലിൽ ഒന്നുമില്ല, വണ്ണോത്സവം എല്ലാതൊന്നുമില്ല. ആരുടെ ഇട പോയിട്ട് ജാമ്യം എടുക്കണം കാര്യങ്ങള്. ഒന്നും സംഭവിക്കാൻ പോലില്ല. ഇതൊക്കെ സാധാരണ ഈ വണ്ണോത്സവം ഒരു സൂത്രപ്പണി കേസാ. അല്ലാണ്ട് ഇതില് വലിയ ഇതൊന്നുമല്ല. ഇതൊരു മെരട്ട് പരിപാടിയാ പിണറായിയുടെ. അത് നടക്കില്ല. ഇപ്പോ ഈ നമ്മള് പ്രധാനമായിട്ട് പിണറായി വിജയന്റെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താണ്? തൃശ്ശൂർ BJP വിജയിച്ചതിന്റെ ഒരു അസൂയാണ്. അസൂയും അയാളെന്ന് പറഞ്ഞ അയാളെ പറ്റിയിട്ട് ഒരാൾക്ക് ഈ നാട്ടിൽ അവരുടെ ആൾക്കാർക്ക് തന്നെ അഭിപ്രായമില്ല. വിരോചന പിണറായി ചെയ്യുന്ന മുഴുവൻ തെറ്റെന്നല്ല. ആദ്യം തൊട്ടാ പറയാം. ഞാൻ ആ ഭാഷ ഉപയോഗിക്കേണ്ടിട്ടാ ഈ പബ്ലിക്കിന്റെ ഇടയിൽ വെച്ചിട്ട്. പോലീസ് ചേട്ടനാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, മനസ്സിലായില്ല. അപ്പൊ അത്രയും വൃത്തികെട്ട മനുഷ്യനായുള്ളത്. ഇപ്പോ ഈ ഒരു പ്രവർത്തകരെ കൂട്ടായ്മ കൊണ്ട് പോലീസ് ഭയപ്പെടാനുള്ള സാധ്യത? ഭയപ്പെടുമെന്ന് വെച്ചാൽ പോലീസ് ഭയപ്പെടലൊന്നും ഉണ്ടാവില്ല. എന്നാലും ഞങ്ങളുടെ സ്ട്രെങ്ത് ഞങ്ങൾ കാണിക്കും. പോലീസ് ഭയപ്പെടണമെന്നൊന്നും ഉണ്ടാവില്ല. പോലീസ് അവരുടെ ഡ്യൂട്ടി അവർ ചെയ്യണമെന്ന് മാത്രം. മനസ്സിലാണ്ട് ഇന്ന പണി ചെയ്യാൻ പറഞ്ഞാൽ അവര് പോലീസ് ഇന്ന പണി ചെയ്യും. അതന്നെ, അത്ര തന്നെയുള്ളൂ. ചട്ടുകായിട്ടാണ് നടക്കുന്നത് ഇപ്പൊ പോലീസ്. ചേട്ടാ, എങ്ങനെ കാണുന്നേട്ടോ ഈ ഒരു വിഷയത്തെ? ഇതിൽ പ്രധാനമായിട്ടും കാണുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്തിൽ വന്നതിനോടനുബന്ധിച്ച് യൂത്ത് കോൺഗ്രസ്സുകാർ ചാണകം വെള്ളം തെളിച്ചൊരു പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട തുടക്കം. അപ്പൊ ഇത്തരം കാര്യങ്ങൾ പ്രധാനമന്ത്രിയെ ലോകത്തിന്റെ ആരാധനായ പ്രധാനമന്ത്രി ഇവിടെ തൃശ്ശൂർ വന്നിട്ട് പോകുമ്പോൾ കോൺഗ്രസ്സുകാരെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും BJPക്കാരുടെയും ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അദ്ദേഹം വന്നു പോകുന്നതിന് ചാണകവെള്ളം തെളിക്കുക, അതിനേക്കാൾ വൃത്തികെട്ട ഒരു പരിപാടി ഇവിടുത്തെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാർക്ക് ചെയ്യാനുണ്ടോ? അപ്പൊ അതിനെതിരെ BJPയുടെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ, ഞങ്ങൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതിഷേധിക്കുമ്പോൾ അത് വളരെ ന്യായമായ കാര്യമല്ലേ? ഇപ്പോ ഇല്ലാത്ത വകുപ്പുകളും ഒക്കെ ചുമത്തിയിട്ട് അനീഷ് കുമാറിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് പിണറായി സർക്കാർ നടത്തുന്നത്. അതൊന്നും ഇവിടുത്തെ ജനങ്ങള് വിട്ടുകൊടുക്കില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. കഴിഞ്ഞ കാലങ്ങളിലെ പോലെ ഒന്നും BJPനെ തൊട്ട് കളിക്കാൻ ഇനിയുള്ള കാലത്ത് പറ്റില്ല. കേരളത്തിൽ തീർച്ചയായിട്ടും ഒരു വലിയ ഭരണവിരുദ്ധ വികാരം ഇപ്പം നിലവിലുണ്ട്. ആ വിരുദ്ധ വികാരത്തിനെ ഞങ്ങൾ മുതൽക്കൂട്ടാക്കി ഞങ്ങൾ അധികാരത്തിൽ വരും. ഇത് കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള പിണറായി വിജയനാണ് ഇതിനെതിരെ ഞങ്ങൾക്ക് ശക്തമായിട്ടുള്ള കേസും കൂട്ടങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. അതൊന്നും നടക്കാൻ പോകില്ല. ഈ ജനക്കൂട്ടം തന്നെ കണ്ടാൽ അറിയാം ഇതൊന്നും ഇവിടെ നടക്കാൻ പോകില്ല എന്ന്. ഞങ്ങൾ ശക്തമായിട്ട് ഇതിനെ പ്രതിരോധിക്കും. ചേട്ടാ, ഇപ്പൊ CPM ഒരു സ്വഭാവമുണ്ട്. അവർ പ്രതിരോധത്തിലാവുന്ന സമയത്ത് കൊലപാതക രാഷ്ട്രീയം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളൊരു നടപടി നിരവധി BJP RSS പ്രവർത്തകരൊക്കെ അങ്ങനെ അവർ വകവരുത്തിയിട്ടുണ്ട്. അവരങ്ങനെ ഒരു നിലപാടിലേക്ക് പോയി പ്രകോപനം ഉണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വീണ്ടും BJP അതിനെ തിരിച്ചടിച്ചാൽ സ്വാഭാവികമായിട്ടൊരു അക്രമ രാഷ്ട്രീയം BJP കേരളത്തിൽ വളർച്ചയുടെ ഭാഗമായിട്ട് തുടങ്ങി എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കാനുള്ള ശ്രമം ഉണ്ടാകും. BJPയുടെ നേതാക്കന്മാരാരും പിണറായി വിജയന്റെ പോലത്തെ നേതാക്കന്മാരല്ല. അങ്ങനെ അക്രമം നടത്തുക തിരിച്ചടിക്കുന്ന ആൾക്കാരൊന്നുമല്ല. ഞങ്ങൾ ന്യായമായ നിയമത്തിന്റെ വഴി സ്വീകരിക്കുകയാണ് ചെയ്യുക. അല്ലാണ്ട് ഇപ്പൊ നോക്കൂ, കണ്ണൂര് ബോംബുണ്ടാക്കി പൊട്ടിയിട്ട് രണ്ടുപേരും ഇപ്പൊ അടുത്ത കാലത്ത് മരിച്ചില്ലേ? ഞങ്ങൾ വല്ല അക്രമം ചെയ്തോ? ഞങ്ങളുടെ നേതാക്കന്മാർ വല്ല ആഹാരം നടത്തിയോ? ഇല്ലല്ലോ. ഞങ്ങൾ വളരെ കൃത്യമായി നിയമത്തിന്റെ വഴിയിലൂടെ മാത്രമേ മുന്നോട്ട് പോവുള്ളൂ. അല്ലാണ്ട് ഒരിക്കലും പിണറായി വിജയന്റെ ഭരണ സ്വഭാവം ഒരിക്കലും BJPയുടെ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല എന്നുള്ളത് ഞങ്ങൾക്ക് നല്ല ഉറപ്പാണ്. ചേച്ചി നമസ്കാരം.
നമസ്കാരം. ഈ ഒരു വിഷയത്തിൽ എങ്ങനെയാണ് കാണുന്നത്? എങ്ങനെയാണ് വർഷങ്ങളായിട്ട് BJP-യുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരാളല്ലേ? അതെ, ഞങ്ങള് എന്ത് കള്ളക്കേസ് എടുത്താലും ഞങ്ങള് ആളുടെ പിന്നില് ധൈര്യം കൊടുത്ത് ഞങ്ങൾ ഉണ്ടായിരിക്കും. വനിതകൾ കൂടുതലായിട്ട് മുന്നിട്ടിറങ്ങിയിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു നടപടി ഉണ്ടാകാൻ പ്രധാനമായിട്ടുള്ള കാരണം തൃശ്ശൂരിലെ BJP-യുടെ വിജയം തന്നെയാണ്. അതെ, സുരേഷ് ഗോപി ജയിച്ചതിന്റെ കൂടുതലായിട്ട് അസ്വസ്ഥത അവർക്കുണ്ട്. കാരണം അവർക്ക് സ്ഥാനങ്ങൾ കിട്ടാണ്ട് അവരുടെ വോട്ട് വരെ സുരേഷ് ഗോപിക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഓരോ വീടുകളിലും കയറി ഇറങ്ങി വനിതകളെ പറഞ്ഞു മനസ്സിലാക്കി CPM-ന്റെ ഒക്കെ വോട്ടുകൾ ഇഷ്ടം പോലെ പെണ്ണുങ്ങൾ സുരേഷ് ഗോപിക്ക് ചെയ്തു. അതിന്റെ ഒരു വിഷമം കൊണ്ടായിരിക്കണം അവര് ഇങ്ങനത്തെ കേസുകളൊക്കെ എടുക്കുന്നത്. ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ ആളുകൾ BJP ജയിച്ച സമയത്ത് ആദ്യം തന്നെ ക്രിസ്ത്യൻ സമൂഹത്തെ പരിഹസിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് ചെയ്തത്. ക്രിസംഗി എന്നുള്ള വിളികളോട് കൂടിയിട്ടാണ് സോഷ്യൽ മീഡിയയിൽ അതിനെ വരവേറ്റത്. അപ്പോൾ ന്യൂനപക്ഷ വിഭാഗം പോലും BJP-യുടെ അടുക്കുന്നതൊക്കെ തന്നെ ആയിരിക്കും ഇതുപോലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമല്ല? അതെ, ക്രിസ്ത്യൻസ് ഞങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ടായിട്ട് നിന്നിട്ട് അവർ പുറത്തു പറയാൻ മടിയാണെങ്കിൽ തന്നെ അവര് ഞങ്ങൾക്ക് വേണ്ടി കുറേ വോട്ടുകൾ ചെയ്യാനും മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കാനും ആ ക്രിസ്ത്യൻസ് വനിതകൾ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു വിഷമതയായിരിക്കണം അങ്ങനെ വിളിക്കാനും കാരണം. ചേട്ടാ നമസ്കാരം. ചേട്ടാ എങ്ങനെ കാണുന്നേട്ട് ഈ ഒരു വിഷയത്തെ എങ്ങനെ കാണുന്നു? ഈ വിഷയത്തെ ഞങ്ങൾ BJP ഒരിക്കലും ഒരു അക്രമ രാഷ്ട്രീയം ഉദ്ദേശിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയല്ല. ഏത് വിധേനയും ഞങ്ങൾ ജനങ്ങളുടെ ഇടയിൽ ജനങ്ങളുടെ സഹകരണത്തോടുകൂടി ജനങ്ങളുടെ എല്ലാവിധ പിന്തുണയും അർഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ സുരേഷ് ഗോപി ഇന്ന് നമ്മുടെ MP ആയിട്ട് നിലവിൽ വന്നിരിക്കുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ സർവ്വവിധ പിന്തുണയും ഉണ്ടാകുവാൻ ഞങ്ങളുടെ പിന്നിലുള്ള എല്ലാവിധ രാഷ്ട്രീയ കക്ഷികളുടെയും പിന്തുണ ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്പോൾ CPM ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഒരു തൃശ്ശൂരിലൊക്കെ ഒരു അക്രമ രാഷ്ട്രീയം തുടങ്ങി കഴിഞ്ഞാൽ എങ്ങനെ അതിനെ പ്രതിരോധിക്കാൻ സാധിക്കും BJP? അങ്ങനെ ഒരു അക്രമ രാഷ്ട്രീയം ഉണ്ടാവുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. ഞങ്ങളെപ്പോഴും അച്ചടക്കത്തോടു കൂടിയുള്ള ഒരു രാഷ്ട്രീയമാണ് ഉദ്ദേശിക്കുന്നത്. ജനങ്ങളുടെ പിന്തുണ അതിലൂടെയാണ് ഞങ്ങൾക്ക് ആർജിക്കാൻ സാധിക്കുന്നത്. ആ ജനങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് എന്നും ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ പ്രവർത്തിക്കും. ഇപ്പോൾ ഈ ഒരു ആൾക്കൂട്ടം കൊണ്ടോ പ്രതിഷേധം കൊണ്ടോ ഈ ഒരു വിഷയത്തിൽ നിന്ന് പോലീസിനെയും സർക്കാരിനെയും പിന്മാറ്റാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ട്? ഞങ്ങളുടെ പ്രതിഷേധം ഞങ്ങൾ ഒരു അച്ചടക്കത്തിലൂടെ അറിയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പ്രതിഷേധിക്കുക, നമ്മുടെ ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ പ്രതിഷേധം ജനങ്ങളുടെ ഇടയിൽ അത് അറിയണം, ഗവൺമെൻറ് അത് അറിയണം. അപ്പോൾ ഗവൺമെൻറ്റിൽ ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട കർത്തവ്യം. അത് കൃത്യമായിട്ട് ഇതിനെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുമല്ലോ? സാധിക്കുമെന്നുള്ള ഉത്തമ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ചേച്ചി നമസ്കാരം. നമസ്തേ. ചേച്ചി എങ്ങനെ കാണുന്നു ചേച്ചി ഈ ഒരു KK അനീഷ് കുമാറിനെ ജയിലിലാക്കാനുള്ള തീരുമാനം? ഇത് ശരിക്കും പിണറായി സർക്കാരിന്റെ ഒരു പകപോക്കലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷേട്ടൻ അത്രയ്ക്ക് വലിയ ക്രിമിനൽ എന്ന് പറയാനുള്ള എന്ത് കേസാണ് ചുമത്തിയിരിക്കുന്നത്? ആകെ ഒന്ന് നമ്മുടെ കരുവന്നൂര് കള്ളപ്പണത്തിന്റെ അത് നേതൃത്വം നൽകി, അത് പദയാത്രയ്ക്ക് സുരേഷ് ഗോപി സാറിന്റെ പദയാത്രയ്ക്ക് നേതൃത്വം നൽകിയതാണ് ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് തേക്കിൻകാട് മൈതാനത്ത് പ്രധാനമന്ത്രി വന്ന് സംസാരിച്ചു പോയി. അത് ഞങ്ങൾ സ്ത്രീകളുടെ ഒരു ശക്തി തെളിയിച്ചൊരു സംഭവമാണ്. അതിന്റെ പിറ്റത്തെ ദിവസം കോൺഗ്രസ്സുകാർ വന്നിട്ട് ചാണകവെള്ളം തെളിക്കാൻ വന്നപ്പോൾ അനീഷേട്ടന്റെ നേതൃത്വത്തിൽ അത് തടഞ്ഞു. ഇത് രണ്ടാണ് ഇന്ന് ഈ പോലീസിന്റെ നേതൃത്വത്തിൽ ക്രിമിനൽ കുറ്റമായിട്ട് കണക്കാക്കിയിരിക്കുന്നത്. ഈ CPM പ്രവർത്തകരുടെ ഇടയിൽ എത്ര ഗുണ്ടായിസം നടക്കുന്നുണ്ട്. അവരെ കണ്ണൂര് തന്നെ ബോംബ് ഉണ്ടാക്കണേന് അതിനവർക്ക് ക്രിമിനൽ അല്ല, അത് കുറ്റമല്ല. DYFI പ്രവർത്തകര് തല അടിച്ചു പൊട്ടിക്കലും കുട്ടികൾക്ക് നേരെ ഇപ്പൊ കോളേജ് അധ്യാപകന് നേരെ അക്രമം ഉണ്ടായി, അതൊന്നും ക്രിമിനൽ കുറ്റമല്ല. ഈ രണ്ട് കേസാണ് കാപ്പ ചുമത്തുന്ന വിധത്തിലുള്ള ക്രിമിനൽ കേസ് ആക്കിയിരിക്കുന്നത്. ഇതൊരിക്കലും നമ്മൾ BJP പ്രവർത്തകർ എന്ന നിലയ്ക്ക് ഞങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല. പ്രതിരോധിക്കും, ശക്തമായി പ്രതിരോധിക്കും.